എന്താണോ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ കുറച്ച് പൂക്കൾ പറിച്ചോട്ടെ. വേഗം പൊക്കോണം. ഓടല്ലോ. ശരി അങ്ങനെ. അസത്തെ കേറിപ്പോകത്തോ വന്നിരുന്നോളൂ അവള്. മോൾ എന്തിനാ വിഷമിക്കുന്നത്? അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. എന്തിന്? ഞാൻ പുറത്ത് കളിച്ചോണ്ടിരുന്നപ്പം പൂ പറിക്കാൻ ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചതിന് അച്ഛൻ വഴക്ക് പറഞ്ഞത്. മോള് വിഷമിക്കണ്ട കേട്ടോ. ഞാനൊരു തെറ്റും ചെയ്തില്ലെന്നോ, പിന്നെന്തിനാ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞത്? മോളെ, ഇനി പുറത്തുനിന്ന് പുരുഷന്മാർ വരുമ്പോഴേ അച്ഛന്റെ അനുവാദം ഇല്ലാതെ പുറത്തു പോകരുത് കേട്ടോ. അങ്ങനെ ചെയ്തുകൂടാ. അതെന്താ അമ്മേ നമ്മളങ്ങനെ പുറത്തു വന്ന? നമ്മൾ സ്ത്രീകളായതുകൊണ്ട് അന്യ പുരുഷന്മാരുടെ മുന്നിൽ പോകാൻ പാടില്ല. അത് നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല കേട്ടോ. താൻ ഒരുപാട് പേരെ ഈ കാര്യം പറഞ്ഞിങ്ങോട്ട് അയച്ചു. അവരോടൊക്കെ കൊടുത്ത മറുപടിയെ തന്നോട് എനിക്ക് പറയാനുള്ളൂ. എന്റെ മകളെ ഈ ദേശത്തേക്ക് നയിക്കില്ല, അത് തീർച്ച. ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് പ്രമീളാദേവിയെ ഒരുപാട് ഇഷ്ടമാണ്. പ്രമീളയ്ക്ക് ഒരു കുറവും കൂടാതെ ഞാൻ നോക്കിക്കോളാം. തനിക്ക് പോകാം. പ്രമീളെ, ഞാനിനി എന്താ ചെയ്യുക? ആലോചനയുമായിട്ട് ഒരുപാട് പേരെ വീട്ടിലേക്ക് അയച്ചില്ലേ? അവസാനം ഞാൻ തന്നെ നേരിട്ട് വന്ന് ചോദിച്ചില്ലേ? എന്നിട്ടും അദ്ദേഹം സമ്മതിക്കുന്നില്ലല്ലോ. നീ ഒന്ന് സമ്മതം മൂളിയാൽ മതി. നമുക്ക് ആരെയും നോക്കണ്ട, ഒന്നിച്ച് ജീവിക്കാം. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. എനിക്ക് അച്ഛനെ ധിക്കരിക്കാൻ പേടിയാ. ചെറുപ്പം മുതലേ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളൊന്നുമില്ല. അച്ഛൻ പറയും, ഞാൻ അനുസരിക്കും. ഈ ആലോചന വന്നപ്പം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാ അച്ഛന് വിവാഹത്തിന് സമ്മതിക്കണേന്ന്. പക്ഷെ നമ്മൾ പിരിഞ്ഞാലും എന്ന് നീ എന്റെ മനസ്സിലുണ്ടായിരിക്കും. ഞാൻ പോവാ. നീ എവിടെ പോയിരുന്നു? ഞാൻ രേണുവിനെ കാണാൻ പോയതാ. ഒരു കാര്യമുണ്ട്. നാട്ടിൽ നിന്നൊരു കത്ത് വന്നായിരുന്നു. ചെറുക്കിൽ വീട്ടിലെ ജയകുമാറിന്റെ കത്ത. അവനെ നാട്ടിൽ വെച്ച് കാണുന്നതിന് ഇഷ്ടമായ നിന്റെ കൂട്ടുകാരില്ലേ, ലതയില്ലേ? അവിടെ ബന്ധുവാ. അവിടെ കല്യാണത്തിന് വെച്ച് നിന്നെ കണ്ടു. അവന് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അതങ്ങ് ഉറപ്പിക്കുക. ലതയുടെ ബന്ധുവാണെങ്കിലോ നല്ലതുപോലെ ഒന്ന് അന്വേഷിക്കണേ. അതെ, നമ്മളുടെ മകളുടെ ജീവിതമല്ലേ. എനിക്കിത് വേണ്ടാന്നാ തോന്നുന്നത്. കൂടുതൽ ശബ്ദം ഉയർത്തണ്ട. എന്താ ചെയ്യുന്നത് എനിക്കറിയാം. കാര്യം പോകത്ത് കാര്യം വിട്ട് വന്നേക്കുന്നു. നീ എന്താ എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? അത് ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ താമസിച്ചു. ആണല്ലേ? ഇതെന്തുവാ? വായിച്ചു നോക്ക്.
ഇത് എവിടെ കിട്ടി? നിങ്ങൾ എന്തിനാ എന്നെ ഇത്ര കാലം ചതിച്ചേ? നിങ്ങൾ തന്നെയല്ലേ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കത്തയച്ചത്. നിങ്ങൾക്ക് വേറൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവരെ കിട്ടി ജീവിച്ചാൽ പോരായിരുന്നു. എന്തിനാ എന്നെ ചതിച്ച് എന്റെ ജീവിതം നശിപ്പിച്ചേ? എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇപ്പൊ ഞങ്ങൾ അമ്മ അങ്ങനൊന്നും ഇല്ല, സത്യം. ഇല്ല, ഇല്ലാത്തോണ്ടാണല്ലോ ദിവസം 6:30 ആകുമ്പോ ജംഗ്ഷനിൽ വന്നിറങ്ങുന്ന നിങ്ങൾ 9:30 10 മണിയാകുമ്പോ വീട്ടിൽ കയറി വരുന്നത്. പലരും എന്നോട് പറഞ്ഞതാ നിങ്ങൾക്ക് വേറെ സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന്. അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ഭഗവതിയായിട്ടല്ല എനിക്ക് കാണിച്ചു തന്നു. ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല. അച്ഛനെ വിളിച്ച് ഞാൻ മോനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാനും പോവാ. ഞാനിനി ഇവിടെ നിൽക്കത്തില്ല. ഇവിടെ പോകല്ലേ. നിന്റെ കൂട്ടുകാരി ലതനാണ് എന്നോട് പറഞ്ഞത് നിന്റെ കല്യാണം കഴിക്കാൻ. ഇനി നമ്മുടെ മോനെ ഓർത്തൊന്ന് എന്നോട് ക്ഷമിക്ക്. എല്ലാം അറിഞ്ഞ് എനിക്ക് നാണക്കേടാ. എന്നെ നീ നാണം കെടുത്തരുത്. മോനെ ഓർത്തന്നെ പോകുന്നത്. കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞായിട്ടും നിങ്ങൾ വേറെ സ്ത്രീയുടെ അടുത്ത് പോയി. കിട്ടിയ താലിയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ പോകത്തില്ലായിരുന്നു. എന്റെ കുഞ്ഞിനെ സ്വഭാവം വരെ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പോകുന്നത്. ഞാൻ പോവാ. പെങ്ങളെ, അന്ന് എനിക്ക് മനസ്സിലായി പ്രണയത്തിലെ സത്യവും കാപട്യവും. അനന്തൻ എന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു. പക്ഷെ എൻ്റെ ഭർത്താവ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ പ്രണയിച്ചത്. അമ്മേ, എനിക്കറിയാം അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാ. ആ സങ്കടങ്ങൾ കണ്ടു വളർന്നവനായി ഞാൻ. എനിക്കൊരിക്കലും ഒരു പെണ്ണിനെ ചതിക്കാനോ സങ്കടപ്പെടുത്താനോ പറ്റില്ല. നീ പ്രണയിക്കുന്നത് കൊണ്ടോ വിവാഹം കഴിക്കുന്നത് കൊണ്ടോ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല. അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ ചതിക്കാതെ സന്തോഷത്തോടെ ജീവിക്കണം. അമ്മേ, അമ്മ ഒരു പാവാ. അവളുടെ ഉള്ളിൽ കള്ളത്തരമൊന്നും ഇല്ല. അവൾ എന്നോട് എല്ലാം തുറന്നു പറയും. എനിക്കതാ അവളിൽ ഏറ്റവും ഇഷ്ടം. എനിക്ക് പറ്റിയ ചതി ഇനി മറ്റൊരു പെണ്ണിന് സംഭവിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയേ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ. പിന്നെ മറ്റന്നാൾ ഞാൻ എത്തുവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി വെക്കണം. ഞാൻ ഓടി വരും. എന്നാ ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോനെ, സന്തോഷത്തോടെ ജീവിക്കേ.